മലയാളികളുടെ സ്വന്തം ബാലാമണിയാണ് അന്നും ഇന്നും എല്ലാം നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട നവ്യ നായർ. 2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ബാലാമണിയായി താരം മാറുന്നത്. ഇതിനോടകം തന്നെ 60ഓളം ചിത്രങ്ങളിൽ നവ്യ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ ചിത്രങ്ങളിലും സജീവം തന്നെയായിരുന്നു താരം. വല്ലാത്തൊരു ആത്മബന്ധമാണ് മലയാളികൾക്ക് നവ്യയോടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുൻപായിരുന്നു നവ്യയുടെ ജീവിതത്തിലെ ചില സന്തോഷ നിമിഷങ്ങൾ ഉണ്ടായത്. 2010 സന്തോഷ് മേനോനുമായി നവ്യയുടെ വിവാഹം കഴിയുന്നത്. വിവാഹശേഷം കുറച്ചുനാളൊക്കെ അഭിനയത്തിൽ നിന്നും താരം മാറി നിന്നിരുന്നു. അതിനുശേഷം മകനോടൊപ്പമുള്ള ചിത്രങ്ങളും മറ്റുമെല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട്. ടെലിവിഷൻ ലോകത്തും ഇപ്പോൾ സജീവമാണ് നവ്യ നായർ. 2 ദിവസം മുൻപെയാണ് മകൻ സായിയുടെ ജന്മദിനം നവ്യയും കുടുംബവുമൊക്കെ ചേർന്ന് ആഘോഷിച്ചത്. മകന്റെ ചിത്രം സഹിതമാണ് സന്തോഷ് ജന്മദിനാശംസകൾ നേർന്നിരുന്നതും. മകന്റെ പിറന്നാൾ ഇത്തവണ നവ്യ കുടുംബത്തിന് ഒപ്പമാണ് ആഘോഷമാക്കിയത്. മകന്റെ പിറന്നാളിന് മുൻപെയാണ് യാത്രകൾക്ക് കൂട്ടായി എത്തിയ കൂപ്പർ കൺട്രിമാൻ ഏറ്റുവാങ്ങുന്ന ചിത്രങ്ങൾ നവ്യ പങ്കുവച്ചിരുന്നത്. ദൈവാനുഗ്രഹം എന്ന ക്യാപ്ഷനോടെയാണ് അന്ന് താരം ചിത്രങ്ങൾ പങ്കിട്ടതും. ഈ 2 വിശേഷങ്ങളും അടുത്തടുത്ത ദിവസങ്ങളിലാകയാൽ നിറയെ ആശംസകളും ആരാധകർ നേർന്നിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് മാത്രം നവ്യയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ബുദ്ധിമുട്ടുള്ളതുപോലെയായിരുന്നു കമന്റുകളൊക്കെ ഇട്ടതും. ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങൾ നടക്കുന്ന വേളയിൽ സന്തോഷ് എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നാണ് ചിലരുടെയൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വന്നത്. ഭർത്താവ് എവിടെ, കുഞ്ഞിന്റെ അച്ഛൻ എവിടെ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്താത്തത് എന്നു തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് പലരും ചിത്രങ്ങളിലൊക്കെ കമന്റുകളായി ചോദിക്കുന്നത്. എന്നാൽ മുംബൈയിൽ തിരക്കുള്ള ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ജോലി തിരക്കുകളിലാകാം അദ്ദേഹമെന്ന് നവ്യയുടെ പ്രിയപ്പെട്ടവർക്ക് അറിവുള്ള കാര്യം തന്നെയായിരുന്നു. സംശയാലുക്കൾക്ക് നല്ല കിടിലൻ മറുപടിയും നവ്യയുടെ ഫാൻസ് നൽകുന്നുണ്ട്. വല്ലവരുടെയും ഭർത്താവിനെ കുറിച്ച് അറിയാൻ എന്തൊരു ശുഷ്കാന്തിയാണ് എന്ന് തുടങ്ങുന്ന ഒട്ടനവധി കമന്റുകളും ഇപ്പോൾ നവ്യയുടെ പോസ്റ്റുകൾക്ക് ലഭിക്കുന്നുണ്ട്. നവ്യയുടെയും മകന്റെയും പിറന്നാൾ ആഘോഷങ്ങൾക്ക് എപ്പോഴും മുൻപന്തിയിൽ സന്തോഷ് നിൽക്കാറുണ്ടെന്ന് നവ്യ പങ്കിടുന്ന വീഡിയോകളിൽ നിന്നുമൊക്കെ വ്യക്തം തന്നെയാണ്. കഴിഞ്ഞതിന്റെ മുൻപത്തെ വർഷം അബുദാബിയിൽ വച്ചായിരുന്നു സായിയുടെ പിറന്നാൾ ആഘോഷം നടന്നത്. സ്വന്തം കുടുംബത്തെയും ഭർത്താവ് സന്തോഷിന്റെ കുടുംബത്തെയും ഓരോരുത്തരെയായി നവ്യ പ്രേക്ഷകർക്ക് കഴിഞ്ഞ വർഷം പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. എൻ്റെ അമ്മായിയമ്മയെ നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാമല്ലോ. ഒരിക്കൽ ചാമ്പയ്ക്ക് ശേഖരിക്കുന്ന രംഗം ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു. അതിൽ പിന്നെ അമ്മയ്ക്ക് വലിയ നാണമാണ്. പൊന്നുമോളെ, എൻ്റെ ഫോട്ടോയൊന്നും ഇടരുതെന്നാണ് അമ്മ പറയുക എന്നും നവ്യ അന്ന് പറഞ്ഞിരുന്നു. നാത്തൂൻ ലക്ഷ്മിയും വീഡിയോയിൽ എത്തിയിരുന്നു. എന്ത് തന്നെയായാലും സംശയാലുകൾക്ക് എപ്പോഴും എല്ലാം സംശയം തന്നെയാണ്.